തിരുവനന്തപുരത്ത് നിന്നും അമൽ കൂടി ചേരുന്നുണ്ട്. അമൽ, തിരുവനന്തപുരത്ത് നിലവിൽ ഡോക്ടർമാരുടെ സമരം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കമലേഷ്, ഡോക്ടർമാരുടെ സമരം ആഹ്വാനിച്ച 24 മണിക്കൂർ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്യാഹിത വിഭാഗങ്ങളെയൊക്കെ തന്നെ ഒഴിച്ചിട്ടുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ മേഖലയിലും ഒപ്പം തന്നെ സ്വകാര്യ മേഖലയിലും മുഴുവൻ ഡോക്ടർമാരെയും സമരത്തിലേക്ക് അണിനിരത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് 1 മണിക്ക് തന്നെ ആക്ഷൻ കൗൺസിൽ യോഗവും ചേരും. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിൽ കൂടുതൽ തീരുമാനം ഉടൻ തന്നെ വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു സമരത്തിലേക്ക്, അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാർച്ച് മാസം 17-ാം തീയതി തന്നെ ഇതിനു മുന്നേ തന്നെ ഒരു സമരം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് 12 മണിക്കൂർ പണിമുടക്കായിരുന്നു അന്ന് ഡോക്ടർമാർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ, അതായത് ആശുപത്രി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ തന്നെയായിരുന്നു ഈ സമരങ്ങളും ഉണ്ടായിരുന്നത്. അന്ന് സംസ്ഥാനത്തെ മുഴുവൻ ഡോക്ടർമാരും ഈ സമരത്തിന്റെ ഭാഗമാകുന്ന ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ അന്ന് ഉന്നയിച്ചിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അടക്കമുള്ളവ സർക്കാർ നടപ്പാക്കുന്നില്ല എന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ IMA പുറത്തുവിടുന്ന ചില കണക്കുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് സംസ്ഥാനത്ത് ഓരോ ആഴ്ചയിലും ഒരാൾ വീതം ഈ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരോ നഴ്സുമാരോ മറ്റ് ജീവനക്കാർ ആരായാലും ഒരാൾ വീതം സംസ്ഥാനത്ത് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് മാസത്തിൽ ഒരു 4-5 പേർ സംസ്ഥാനത്ത് ആശുപത്രി ജീവനക്കാരായവർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരു അക്രമങ്ങളുടെ തുടർ പരമ്പര എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് ഈ ഒരു ഡോക്ടർമാരുടെ അസോസിയേഷൻ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. IMAയുടെ നേതൃത്വത്തിലും തന്നെ KGMOയുടെ നേതൃത്വത്തിലുമാണ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ, അതായത് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ട സുരക്ഷാ നടപടികൾ ഒരുക്കണമെന്നുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രികളിൽ ഇത്തരം പ്രതികളെ കൊണ്ടുവരികയും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും കസ്റ്റഡിയുള്ള പ്രതികളെ പരിശോധനയ്ക്ക് കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കേണ്ട എല്ലാ മുൻകരുതലുകളും നിശ്ചയമായും പാലിക്കപ്പെടണം എന്നും ഉള്ള ആവശ്യങ്ങൾ കൂടിയാണ് ഈ ഡോക്ടർമാർ ഈ സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിൽ ഒരു ദിവസം കൊണ്ട് ഈ ഒരു കാര്യങ്ങൾക്ക് പരിഹാരം ആകും എന്നും മനസ്സിലാക്കുന്നില്ല. കൂടുതൽ ദിവസങ്ങളിലേക്ക് ഒരുപക്ഷെ ഈ സമരങ്ങൾ നീണ്ടുപോയേക്കാം. കഴിഞ്ഞ സമരങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന സമരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിലുള്ള പരിമിതികൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു ദിവസത്തിന് മുകളിലേക്ക് ഇവർക്ക് സമരങ്ങൾ കൊണ്ടുപോകാനുള്ള വലിയ അമൽ, ദയവായി തുടരുക. ഒരു ഇടവേള അനിവാര്യമാണ്.